ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലെ ഈ വീഡിയോ ഒരു ടി വി റിപ്പയറിങ്ങിനെ കുറിച്ചാണ്. അതായത് ടി വി റിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു വീഡിയോകോൺ സ്ലിം ടി വി ആണ്. അപ്പൊ ഇതില് നമുക്ക് പിക്ചർ ഇങ്ങനെ ചാടി കളിക്കുക, അതിപ്പോ കാണുന്ന കംപ്ലൈന്റ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടായിരുന്നു, ഇത് പിക്ചർ വിഡ്ത്ത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതിപ്പോ ഞാൻ ശരിയാക്കി കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അതിന്റെ കംപ്ലൈന്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ അവസ്ഥ വന്ന് റിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരുന്നു. അതെന്താന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിൽ നോക്കിയപ്പോ ഇതിനകത്ത് വലിയ കോമ്പണന്റ് ലെവലിൽ നോക്കുമ്പോൾ വലിയ കംപ്ലൈന്റ് ഒന്നും കണ്ടില്ല. അതായത് കപ്പാസിറ്റർ ബൾജ് ചെയ്തിട്ടോ ലീക്ക് ചെയ്തിട്ടോ കത്തിയിട്ടോ അങ്ങനെ ഒന്നും കണ്ടില്ല. 180 വോൾട്ടും വെർട്ടിക്കൽ വോൾട്ടും ഒക്കെ ഇപ്പൊ ഏകദേശം കറക്റ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് കംപ്ലൈന്റ് ആയിട്ട് കണ്ടത് ഇപ്പൊ ഈ ക്യാപ്പ് ഇളകി കിടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് എടുത്തു നോക്കിയപ്പോഴാണ് കണ്ടത്. അതായത് ക്ലിപ്പ് തുരുമ്പ് പിടിച്ച് കട്ടായി കിടക്കുന്നുണ്ട്. അതിനുള്ളില് അത് തൂങ്ങി കിടക്കുക. നമ്മൾ ഈ ക്ലിപ്പ് ക്യാപ്പിനെ അവിടെ പിടിച്ചു നിർത്തുന്ന സാധനം അത് കട്ടായിട്ട് ഈ വിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരവസ്ഥ വളരെ അപൂർവമായിട്ട് കിട്ടലല്ലോ. അത് മാറ്റിയിട്ടിട്ട് ഞാനൊന്ന് ഓണാക്കി നോക്കിയപ്പോ, ഒരു മിനിറ്റ് അത് ഓണായിക്കോട്ടെ. മഴയുടെ സൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പൊ ഓണാക്കിയപ്പോ പിക്ചർ ചാട്ടൊക്കെ നിന്നുണ്ട്, പിക്ചർ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ മുകളില് ലീനിയാരിറ്റി കംപ്ലൈന്റ് പോലെ ഒരു ലൈൻസ് ഉണ്ട്, അതായത് വെർട്ടിക്കൽ കംപ്ലൈന്റ് ലൈൻ. ഞാൻ ക്യാപ്പ് മാറ്റിയിട്ടതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം മാറിയിട്ട് ചാട്ടം മാറി നിന്നത്. അപ്പൊ വെർട്ടിക്കൽ സെക്ഷനിൽ ഇപ്പൊ അത് നോക്കുമ്പോ ഞാൻ കണ്ടത് ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ചെറുങ്ങനെ ബൾജായി കാണുന്നുണ്ട്. അപ്പൊ ആ ബൾജ് ഒന്ന് മാറ്റിയിട്ടൊക്കെ ഞാൻ അത് അയച്ചു നോക്കിയപ്പോ 470 25 വോൾട്ട് കപ്പാസിറ്ററാണ്. അപ്പൊ അത് നമ്മള് ഒരു പുതിയത് വെച്ചിട്ട് മാറ്റി. ഈ ഏരിയയിലാണ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ ഒരു കുഴപ്പം കണ്ടത്, നമ്മളെ വെർട്ടിക്കൽ IC അതിന്റെ അടിഭാഗത്ത് അതിന്റെ ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് കണ്ടു. ഇതാണ് വെർട്ടിക്കൽ IC. അപ്പൊ ആ ഡ്രൈ ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ സോൾഡർ ചെയ്ത് അങ്ങനെ അതിന്റെ ശേഷം ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മള് പഴയ എനബോണ്ട് ഇട്ട ഭാഗം നന്നാക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളവിടെ വൃത്തികേടാക്കി വെക്കരുത്. അങ്ങനെ വേറെ ഏതെങ്കിലും പ്ലഗ് ഇൻ ചെയ്യാണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ ഓണാക്കുക. വേറെ ഒന്നും മിസ്സായി പോകരുത്. അപ്പൊ പിക്ചറില് ലീനിയാരിറ്റി കംപ്ലൈന്റ് ഇല്ല, വെർട്ടിക്കൽ കുഴപ്പമില്ല, പിക്ചർ ചാട്ടല്ല, വെയിറ്റ് കറക്റ്റാണ്, എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒരു വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ കംപ്ലൈന്റ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ നിസ്സാര ചെലവിൽ നമ്മൾ ഈ ടി വി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾ ആദ്യം ഇതുപോലെ അയച്ചു നോക്കുക. അയച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലൈന്റ് സിമ്പിൾ ആയിട്ട് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പയറിംഗ് വളരെ എളുപ്പമായിരിക്കും. വലിയ ചിലവൊന്നുമില്ല. ഇതിപ്പോ ക്യാപ്പ് ഒരു കപ്പാസിറ്റർ മാത്രമേ പോയി കണ്ടുള്ളൂ. അതുപോലെ നമ്മൾ ശ്രമിച്ചു നോക്കിയാലേ ചിലത് കാണുള്ളൂ. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.